യൂറോ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഞങ്ങളുടെ ബെർഗമോയിൽ മനോഹരമായ ഒരു സ്ഥലമുണ്ട്, ചിത്താൾത്ത എന്ന് പറഞ്ഞിട്ട്. അവിടെ വന്നിരിക്കുവാണേ. വന്ന കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ പുതിയ ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മളും കുറച്ച് ഒന്ന് വികസിക്കാമെന്ന് വിചാരിച്ച്. കണ്ടാ, ഒരു അൺബോക്സിങ്ങാണ്, പുതിയ ഐറ്റം. നമ്മളെ സുക്കണ്ണൻ്റെ ഒരു കണ്ണാടി വാങ്ങി. അതായത് റേബാൻ മേറ്റ. ഞാൻ ഈ മോഡലാണ് വാങ്ങിയിരിക്കുന്നത്, സ്കൈലർ എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു ബട്ടർഫ്ലൈ ലുക്കുള്ള ഒരു സാധനമാണ്. അൺബോക്സിംഗ് ഒന്നുമല്ല, ഞാൻ നേരത്തെ പൊട്ടിച്ചു, അത് വേറെ കാര്യം. ഒരു സാധനം കിട്ടിയാൽ അപ്പോൾ പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ലല്ലോ. ഇതാണ് അതിൻ്റെ കവറ്. ഇത് വിത്ത് ചാർജിങ് ആണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, ലൈറ്റിലും കത്തുന്നുണ്ടോ? ഞാനത് കാണിക്കാം. ഇത് പോട്ടെ. നെക്സ്റ്റ് കണ്ടോ, ഇതാണ് നമ്മളുടെ ഗ്ലാസ്. ഇത് ആക്ച്വലി കൂളിംഗ് ഗ്ലാസ് ആണ് സംഭവം. ഇതിന് ഒരു ട്രാൻസിഷൻ ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഔട്ട്ഡോറിൽ വന്നു കഴിഞ്ഞാൽ, അതായത് നല്ല വെയിലൊക്കെ ആണെങ്കിൽ ഈ സാധനം ഒരു ലൈറ്റ് ബ്ലൂ കളറിലേക്ക് വരും. അതല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെ വെളുത്തിരിക്കും. ഇതിൻ്റെ ചാർജിങ് കേസ് ഇതാണ് ഉണ്ടോ, നല്ല കട്ടപ്പെട്ടി, ബാറ്ററി ഉണ്ടോ, ലെതറാ, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. റേബാൻ മേറ്റ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് ഫോൺ നമ്മൾ ഈ സാധനം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കണക്റ്റ് ആവും. ഇത് ഇവിടെയാണ് അതിൻ്റെ ടച്ച് പാഡ് ഇരിക്കുന്നത് കണ്ടോ. ഇതിലിങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓണായി, ഓഫായി, അങ്ങനെ പരിപാടി. ഇവർക്ക് ഒരു ആപ്പുണ്ട്, മേറ്റ ആപ്പ് കാണിച്ചു തരാം. മേറ്റ AI. ഇത് വഴിയാണ് ഈ ഡിവൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക ആണോ. സ്കൈലർ 99% ബാറ്ററി ഉണ്ട് ഇതിൻ്റെ അകത്ത് ആണോ. 99% ബാറ്ററി ഉണ്ട്. നമ്മൾ ഇതിലെടുക്കുന്ന വീഡിയോസ് എല്ലാം ഇതിൻ്റെ അകത്ത് വരും. ഒരു ഗാലറി പോലൊരു സെറ്റപ്പ് ഉണ്ട്, ഇതിലേക്ക് വരും. നമ്മളിപ്പോൾ ഭാഷ അറിയില്ലാത്തൊരു സ്ഥലത്ത് ഈ കണ്ണാടി വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതിൽ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ട്രാൻസ്ലേറ്റ് സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ അവർ പറയുന്ന ഭാഷ നമുക്ക് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതി വരും, അല്ലാതെ വോയിസ് ആയിട്ട് വരില്ല. ഇതിൽ സ്പീക്കറും സംഭവമൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കിപ്പോൾ പാട്ട് പാടണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഹേ മേറ്റ പ്ലേ മ്യൂസിക് ഇൻ സ്പോട്ടിഫൈ. നാണം കെടുത്താതെ പ്ലേ കേട്ടാ. ചതിച്ചാശാനെ സ്പോട്ടിഫൈ ചതിച്ച് അവർ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറയണം. ഒരു മിനിറ്റ്, ഞാനിപ്പോഴും ലോഗൗട്ടായിരുന്നു. ഇതാ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹേ മേറ്റ പ്ലേ മ്യൂസിക് ഇൻ സ്പോട്ടിഫൈ. You can play millions of songs and podcasts for free on Spotify. Discover new music, create playlists, and listen offline with a premium subscription. എനിക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ചതിക്കോ? എന്തായാലും ഇത് കേൾക്കാവോ? ഇതുണ്ടോ, കേട്ടോണേ. ഇത് കോപ്പിറൈറ്റ് അടിക്കും. അപ്പം അങ്ങനെയാണ് സംഭവം. ഇതിനകത്ത് കേൾക്കാൻ പറ്റും. ഇത് നമ്മളുടെ ഒരു പുതിയ സാധനമാണ്, ഇപ്പോഴത്തെ പുതിയ മൈക്ക്, ഹോളിലാൻഡ്. അതും വാങ്ങിയിട്ടുണ്ട്. ഒന്നിനൊരു കുറവില്ല. പക്ഷേ ആളുകളൊന്നും വീഡിയോ കാണുന്നില്ല എന്നുള്ള ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യേ. അപ്പോൾ ഇനി വേറൊരു സംഭവമുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ അകത്ത് വേറൊരു ഓപ്ഷൻ ഉള്ളത്. ഇവിടെ ഒരു സ്വിച്ചില്ലേ, ഈ സ്വിച്ചിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഈ സ്വിച്ചിൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് പ്രസ് ചെയ്യാം, അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ ഗ്ലാസിൻ്റെ ഇത് ഇവിടെ മുഴുവൻ ടച്ചാണ്.
ഇതിൽ ഈ സെൻറ്ററിൽ പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പാട്ട് പ്ലേ ചെയ്യുവാണെങ്കിൽ അത് ഓഫാവും. പിന്നെ ഇങ്ങോട്ടേക്കാക്കുവാണെങ്കിൽ ഇതിന് സൗണ്ട് കൂടും, ഇങ്ങോട്ടേക്കാക്കിയാൽ സൗണ്ട് കുറയും. അങ്ങനെയൊക്കെയാണ് പരിപാടി. പിന്നെ ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഒരു പ്രൈവസി വേണം, നിങ്ങളിത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എടുക്കുക. ഈ സ്വിച്ച് ഉണ്ടോ, ഇവിടെ ഒരു കുഞ്ഞ് സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഇങ്ങോട്ടേക്കാക്കിയാൽ അവിടെ റെഡ് കളർ കണ്ടോ, ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇപ്പം ഫോണുമായിട്ട് കണക്റ്റഡ് അല്ല. അപ്പം ഇതിലൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, എയുമായിട്ട് കണക്റ്റ് അല്ല. ഇത് ഇങ്ങോട്ടേക്കാക്കിയാൽ ഇത് വീണ്ടും ഫോണുമായിട്ട്, അതായത് ആപ്പുമായിട്ടും ഫോണുമായിട്ടും ഒക്കെ ഇത് ഫുൾ ഫങ്ഷനാവും, വീണ്ടും ഫങ്ഷനാവും. അങ്ങനെ ഒരു സംവിധാനം കൂടെ, ഒരു പ്രൈവസി സംഭവം കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് ഈ ഒരു ഇത് കാണുന്നില്ലേ, ഇതാണ്, ഈ സാധനമാണ് നമ്മൾ ഈ ചാർജിങ് കേസുമായിട്ട് ഈ സാധനം ഇവിടെ വയ്ക്കുമ്പോൾ ചാർജിങ് കേസിൽ അത് ടച്ച് ആകുമ്പോൾ ഇത് ചാർജ് ആവും. എന്താ പറയുക, കണ്ണാടി ചാർജ് ആവും. അതാണ് പരിപാടി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കിടക്കുന്നത്. പിന്നെ ഒരു ക്യാമറ എത്ര 12 MB ഒരു ക്യാമറ 5 MB അങ്ങനെ എന്തോ ആണ്, അത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നമുക്കിപ്പം ഇതിപ്പോൾ ഇങ്ങനെ, ഇപ്പോൾ ഇത് ഓൾറെഡി ചെവിയിൽ വെക്കുമ്പോൾ കണക്റ്റ് ആവും. ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് ഹേമേറ്റ റെക്കോർഡ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇത് കണ്ടോ, റെക്കോർഡായില്ലേ, ഒരു ലൈറ്റ് കത്തും ഇവിടെ. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരു മെയിൻ പ്രശ്നം. കാരണം നാട്ടുകാർക്കുള്ള പോലെ ഒരു പ്രൈവസി നമുക്കില്ല. നമ്മൾ ഈ ഉടായ്പിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. അങ്ങനൊരു ബുദ്ധിമുട്ട് ഇതിനുണ്ട്. പിന്നെ നമ്മൾ പറയാണ് ഹേ മേറ്റ ടേക്ക് എ പിക്ചർ, അടിച്ച് അവിടെ ഫോട്ടോ എടുത്തു, പുള്ളി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്കിപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ നേരെ മേറ്റ ആപ്പിൽ പോവുക. മേറ്റ ആപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിയോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഗാലറിയിലേക്ക് വരും. ഇപ്പോൾ എടുത്തത് 2 ഉണ്ട്. ജോയിൻ, നമ്മൾ വൈഫൈ ആയിട്ട് ജോയിൻ ആവണം. അതായത് നമ്മളുടെ ഫോണും കണ്ണാടിയായിട്ടുള്ള വൈഫൈ ജോയിൻ ആവും. അപ്പോൾ ഈ സാധനം ഇത് നേരെ റെക്കോർഡായിട്ട് ഇതിലേക്ക് വരും. ഇതുണ്ടോ, നമ്മുടെ ഗാലറിയിലേക്ക് വരും. ഇതിപ്പോൾ ഗ്രീഷ്മ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞത് പുള്ളി ഫോട്ടോ എടുത്തതാണ്. ഇതാണ് മേറ്റയുടെ ഒരു റേബാൻ ഗ്ലാസിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ ഇതിങ്ങനെ നോക്കുക. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നോക്കുക. ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളൊരു വലിയ മോണ്യുമെൻറ്റ് കാണുവാണ്. മോണ്യുമെൻറ്റ് കണ്ടിട്ട് ചോദിക്കുക, ഹേ മേറ്റ വാട്ട് ഐ എം സീയിങ്. കണ്ടോ, അപ്പോൾ അവിടെ പുള്ളി പറഞ്ഞു, നീ കാണുന്നത് ഒരു പാർക്ക് വിത്ത് ട്രീസ് ആൻഡ് ഗ്രാസ് ആണ്. അങ്ങനെ ഇപ്പോൾ ഒരു ബിൽഡിങ് നോക്കിയിട്ടാണ് ഞാൻ പറയേണ്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ പുള്ളി ഇതെന്താ സംഭവം എന്ന് നമുക്ക് പറഞ്ഞുതരും. നമുക്ക് അങ്ങോട്ട് പോകും. ആ പോർട്ടയുടെ അവിടെ പോവാം. അവിടെ ഒരു വലിയ ഏൻഷ്യൻ പോർട്ടുണ്ട്. പോർത്ത എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റ്. നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാം. കണ്ടോ, ഇപ്പം ഈ ഗ്ലാസ് കറുപ്പായില്ലേ, നേരത്തെ കളറിലല്ലോ. അപ്പം ഞാനിതിൽ ട്രാൻസിഷൻ വെച്ചിട്ടുണ്ട്. അത് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ട്രാൻസിഷൻ വെക്കുമ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഈ വെയിലത്തിറങ്ങുമ്പോൾ നല്ല കറുപ്പും നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ അത് വെളുപ്പമായിട്ട് മാറും. പിന്നെ റേബാൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പവറൊക്കെ ഉള്ള ഗ്ലാസ് ആണെങ്കിൽ അവർ ഈ മേറ്റ ഗ്ലാസ് കസ്റ്റമൈസ് ചെയ്ത് തരും. അപ്പം നിങ്ങളുടെ പവർ വെച്ചിട്ട് ഈ ഗ്ലാസ് ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അങ്ങനൊരു സംഭവം കൂടിയുണ്ട്. പിന്നെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഹേയ് മേറ്റ പ്ലീസ് റെക്കോർഡ് വീഡിയോ. ഇപ്പോൾ ഇത് നമ്മളുടെ മുന്നിൽ ഈ മേറ്റ ഗ്ലാസ്സിൽ നിന്ന് റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഇത് നമ്മളുടെ മുന്നിൽ ഈ മേറ്റ ഗ്ലാസ്സിൽ നിന്ന് റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഹേയ് മേറ്റ സ്റ്റോപ്പ് റെക്കോർഡിങ്. ഇനി അടുത്തായിട്ട് ഇത് എന്താണ് ഞാൻ ഈ കാണുന്നതെന്ന് ചോദിക്കാൻ പോവാണ് മേറ്റനോടെ.
Hey Meta, look what I'm seeing. You are seeing a beautiful view of a garden and surrounding hills. കണ്ടോ, അങ്ങനെയാണ് ഈ റൈബാൻ ഗ്ലാസിൻ്റെ, അതായത് മെറ്റ റൈബാൻ ഗ്ലാസിൻ്റെ ഒരു പ്രവർത്തനം. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഈ സാധനം കൊള്ളാം കേട്ടോ, ഹോളി ലാൻഡ്. ഇത് 2 ട്രാൻസ്മിറ്റർ കിട്ടും, കൊള്ളാം. നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉണ്ട്, നല്ല സാധനം. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ കാണുന്നതിന് ബൈ. Like, share, subscribe, Eurovlog.